എങ്ങനെയാണ് മ്യൂസിക് എന്നുള്ളതൊരു തെറാപ്പിയുടെ എഫക്റ്റ് ഉണ്ടാക്കുന്നത്? ചികിത്സകീയ ഗുണം ഓഫ് സ്വരാസ്, അതാണ് മ്യൂസിക് തെറാപ്പി. ഇൻ മൈ കോൺസെപ്റ്റ് ഇറ്റ് ഷുഡ് ബി ലൈവ് ഓൾവേസ്. യൂസ് ഓഫ് വോക്കൽ സ്വരാസ് ലൈക്ക് അലങ്കാർ ആൻഡ് ഓൾ, that helps to increase the attention. There were at least 4 kids ഇതുവരെ ഒട്ടും സ്പീച്ച് ഇല്ലായിരുന്നു. 7.5 years വരെ ആ കുട്ടി ഒരു വാക്ക് പോലെ പ്രൊനൗൺസ് ചെയ്തിട്ടില്ല. And he told Om. Very next day onwards he started telling sa, ga, ma, pa, all these things. So that was a great achievement what I feel. ഈ കുട്ടി ആ ടീച്ചർ ഇങ്ങനെ പിടിക്കുമ്പോഴേ അവർ വിചാരിച്ച് എൻ്റെ കയ്യിലേറെ കൊണ്ടുപോവാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു കയ്യിലെ കടിച്ചു. നെക്സ്റ്റ് 1 or 2 days ഷീ ഡിഡ് നോട്ട് കം. സ്കൂളിൽ വന്നില്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നില്ല. 3-ാമത്തെ ദിവസം കുട്ടി ക്ലാസ്സിൽ വന്നു. ഇറ്റ് വാസ് എ എക്സ്ട്രീം ചേഞ്ച്. സാ സാ രേ രേ ഗ ഗ മ മ. ഷീ ഈസ് ഡൂയിങ് കോപ്പി. ആ ആ ആ ഹ ഹ ഹ ഹ ഹ. Full on tune. So if this kind of help therapy gives, so definitely we should do this for the society. മോഡേൺ മെഡിസിൻ മോസ്റ്റ്ലി ഇതുപോലത്തെ പരീക്ഷണങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? But there is change. It's a huge change. It is coming. Psychological assessments what I am doing, that all are, the psychiatrists, they will be understanding. Definitely when psychiatrists understands, doctors has to accept that. മ്യൂസിക് തെറാപ്പി, സ്വരങ്ങളിലൂടെ അതിൻ്റെ പ്രയോഗത്തിലൂടെ മനുഷ്യ മനസ്സിന് സാന്ത്വനമേകുന്ന രീതി. ഈ രോഗസാന്ത്വനോപാധിയെ ആധുനിക വൈദ്യശാസ്ത്രം അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഗവേഷണ ഫലങ്ങളും അനുഭവങ്ങളുമാണ് ചിലർക്ക് സാക്ഷ്യം. 3 പതിറ്റാണ്ടോളം എത്തുന്ന ഹിന്ദുസ്ഥാനി സംഗീത സബരിയയിലൂടെയും തന്റെ ഗവേഷണങ്ങളിലൂടെയും ഉരുത്തിരിഞ്ഞ നിഗമനങ്ങളുമായി മുക്താംഗൻ എന്ന സംഗീത ഗുരുകുലത്തിന്റെ സ്ഥാപക, കേരളത്തിനകത്തും പുറത്തുമുള്ള സർവകലാശാലകളിലെ മ്യൂസിക് ഫാക്കൽറ്റി അംഗം അഭ്രദിത മൈത്ര ബാനർജി. കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് സംഗീതം അഭ്യസിക്കുന്ന, ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ്. ഈ ഒരു ജേർണി തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് സമ്മറൈസ് ചെയ്യാൻ പറ്റുക? 1996 ആണ് ഞാൻ കേരളത്തിലെത്തിയത്. അതിന് മുന്നേ ഐ വാസ് ഇൻ റായ്പൂർ. റായ്പൂർ എൻ്റെ ബർത്ത് പ്ലേസ് ആണ്. പ്ലസ് പഠിത്തമൊക്കെ എല്ലാം അവിടെ തന്നെയാണ്. എൻ്റെ ഗുരു പത്മശ്രീ പണ്ഡിറ്റ് മദൻ ചൗഹാൻജി അവിടെ തന്നെയാണ്. സ്റ്റഡീസും പിന്നെ പാട്ടിന് കാര്യങ്ങൾ, പിന്നെ അവാർഡ് കിട്ടിയത് എല്ലാം ആ സ്ഥലമിൽ തന്നെയാണ്. അവിടെ ഉള്ളത് സമയം ഞാനൊരു നല്ലൊരു ആ സമയമുള്ളത് ദാറ്റ് ടൈം ഇസ് വാസ് നോട്ട് ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് ആയിരുന്നു. ആൻഡ് ഒരു നല്ല ഒരു ഫെയിം ഉള്ളത് ഒരു ആർട്ടിസ്റ്റ് കാറ്റഗറിയിൽ ഉണ്ടായിരുന്നു. അവിടെന്ന് പിന്നെ കേരള എത്തിയത് ആഫ്റ്റർ മാരേജ്. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ ഷോക്ക് ഫോർ മീ ഫസ്റ്റ് ബിഗിനിങ്. കാരണം ലാംഗ്വേജ് അറിഞ്ഞൂടാ, പിന്നെ ഇവിടുത്തെ ദ കൾച്ചർ ആൻഡ് ദ പരമ്പര, സംസ്കൃതി കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട് ഈ സൗത്ത് ഇന്ത്യ. നോട്ട് ഓൺലി സൗത്ത് ഇന്ത്യ, ലൈക്ക് നമ്മുടെ ഈ ഫെസ്റ്റിവൽസ്, അപ്പോൾ ഹോലി പറഞ്ഞ, ദിവാലി പറഞ്ഞ ആ സമയം വളരെ കുറവായിരുന്നു 30 വർഷം മുന്നേ. അത് മാത്രമല്ല, പിന്നെ ഹിന്ദുസ്ഥാനി സംഗീതം എത്ര പേർക്ക് അറിയാം, വെദർ ദർ വിൽ ബി എനി ഓപ്പണിംഗ് ഹിയർ, അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു ആ സമയം. പക്ഷേ ഇവിടെ വന്നിട്ടാണ് കുറേ സെർച്ച് ചെയ്തു. കർണാട്ടിക് മ്യൂസിക്കിന് ഒരു നല്ല സ്ഥലം, കുറേ ഗുണി കലാകാരന്മാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് കുറച്ച് പേര് ഞാൻ പോയിട്ട് കണ്ടു, സംസാരിച്ചു. അതിനിടയ്ക്കാണ് കുറച്ച് 2-3 മലയാളം വേർഡ്സ് പഠിക്കാൻ തുടങ്ങി. English was not my fluent, the communication language. That also I started, like ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. അപ്പോൾ കുറേ കാര്യങ്ങളാണ് കേരളത്തിൽ വന്നിട്ടാണ് ഞാൻ ഡെവലപ്പ് ചെയ്തു ടു സർവൈവ് ഹിയർ ഫസ്റ്റ് ഓഫ് ആൾ. പിന്നെ ഇവിടെ വന്ന ശേഷം ഹിന്ദുസ്ഥാനി അത്ര ഫേമസ് ആയിട്ട് ഇവിടെ ആ സമയം ഇല്ലായിരുന്നു. സ്ലോലിയാണ് 1-2 ഈ പ്രസൻറ്റേഷൻ, പിന്നെ നമ്മുടെ ഒരു ബംഗാളി അസോസിയേഷൻ ഉണ്ട്, അവിടെ
പാടാൻ തുടങ്ങി. പിന്നെ 2-3 പേര് പിന്നെ വന്നിട്ട് 2-3 പ്രോഗ്രാംസ് എന്നെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് ഈ പെർഫോമൻസ് ആണ് തുടങ്ങിയത്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി പെർഫോമൻസ് സെക്ടറിൽ അത്ര ഇവിടെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട്. ടീച്ചിങ് അതിന് മുന്നേ ടീച്ചിങ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ കേരളാനെ ടീച്ചിങ് എങ്ങനെ ചെയ്യാൻ, പാട്ട് എങ്ങനെ പഠിപ്പിക്കാൻ, ദ ഫസ്റ്റ് തിങ് വാസ് ലാംഗ്വേജ്. ഹൗ ടു എക്സ്പ്ലെയിൻ വിത്ത് എ സ്മോൾ ചൈൽഡ്. 2nd സ്റ്റാൻഡേർഡ് 3rd സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികളിൽ 2 കുട്ടികളാണ് ക്ലാസ്സിന് വരാൻ തുടങ്ങിയത് ഹിന്ദുസ്ഥാനി പഠിക്കാൻ വേണ്ടി. അങ്ങനെ ആ കുട്ടികളിൽ നിന്ന് തന്നെ ഇംഗ്ലീഷിനെ സംസാരിച്ചിട്ട് ഒരു വേർഡിന് മലയാളം എന്താണ്, ഇങ്ങനെയാണ് ഞാൻ മലയാളം പഠിക്കാൻ തുടങ്ങി. ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദം. പിന്നെ അവർക്ക് ഹിന്ദുസ്ഥാനി മ്യൂസിക് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, വാട്ട് ഈസ് വാട്ട്. സോ സ്ലോലി പാട്ടും അലങ്കാരം ഇങ്ങനെയാണ് പഠിപ്പിക്കാൻ തുടങ്ങിയ ശേഷം ഐ സ്റ്റാർട്ടഡ് ദെൻ ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻക്രീസ് ചെയ്ത ശേഷം പിന്നെ അവരെ എടുത്തിട്ട് ഒരു ചെറിയ പ്രോഗ്രാം, അവർക്ക് എന്തെങ്കിലും ഒരു പാട്ട് ഏതെങ്കിലും പ്രോഗ്രാമിന് പാടാൻ വേണ്ടി പഠിപ്പിക്കാൻ, ഇങ്ങനെ പോലത്തെ ആണ് കണക്ടിവിറ്റി. ഇതിനിടയ്ക്ക് തന്നെ കുറേ നല്ല ലൈക്ക് വെരി ഫേമസ് ആൻഡ് വെരി ക്രിയേറ്റീവ് പീപ്പിൾ ആണ് കണക്ഷന് വന്നു. അവരെ പിന്നെ സ്ലോലിയാണ് എനിക്ക് ഒരു പ്ലേസ് കൊടുത്തു. ലൈക്ക് ഓക്കെ, നോളജ് എനിക്ക് ഉണ്ടോ ഇല്ല, കർണാട്ടിക്കിന് ഒരു കമ്പാരറ്റീവ് സ്റ്റഡി തന്നെ നമുക്ക് അറിയണം. കുട്ടികൾ ഇപ്പോൾ ഒരു കുട്ടി കർണാട്ടിക് പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവരെ രാഗ കല്യാണി പഠിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ യമൻ പറയുമ്പോഴേ ഐ ഷുഡ് നോ ദാറ്റ് ഇറ്റ് ഈസ് ഈക്വലൻ ടു കല്യാണി. സോ ഇറ്റ് ഈസ് ലൈക്ക് റിയലി താങ്ക്ഫുൾ ടു മൈ ഗുരുസ്. ലൈക്ക് ഞാൻ കൊച്ചു വയസ്സ് തൊട്ട് തന്നെ കർണാട്ടിക് ആൻഡ് ഹിന്ദുസ്ഥാനി 2 കുറച്ച് കർണാട്ടിക് കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. So that helped me to understand. And even in our university from where I am a pass out student, Indira Kala Sangeet Vishwavidyalaya, in our MU's syllabus we used to have the Carnatic and Hindustani comparison. So because of that, theory portions were very clear for me. Then slowly ana ee Carnatic composition keta vrityasam mansilaki. Like that I made myself to how I will be surviving here and how I can actually develop myself to teach students. എങ്ങനെയാണ് എത്ര വർഷങ്ങൾ. പിന്നെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി 2008 ലൈക്ക് ഐ സ്റ്റാർട്ടഡ് ടീച്ചിങ് ബിഫോർ ദാറ്റ്. ബട്ട് ഒരു പേര് കൊടുത്തിട്ട് മുക്താംഗൻ പേര് കൊടുത്തിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് തുടങ്ങിയത്. ആഫ്റ്റർ ദാറ്റ് I joined Natyaveda College of Performing Arts, which is affiliated to Indira Kala Sangeet Vishwavidyalaya itself. And both the institution I am taking care of for the Hindustani section. ഹിന്ദുസ്ഥാനി എടുക്കുകയാണെങ്കിൽ ഒരുപാട് രാഗങ്ങളുണ്ട്. ഈ രാഗങ്ങൾ പലതും, ചിലത് മോർണിംഗ് രാഗ പറയും, ചിലത് ഈവനിങ് രാഗ എന്ന് പറയും. പിന്നെ ഈ മൂഡിനായിട്ടൊക്കെ ഡിപ്പെൻഡൻ്റ് ആണ്. ഈവൻ ക്ലൈമറ്റ്, സം രാഗാസ് റിലേറ്റഡ് റെയിൻ ഉണ്ടോ, അതിൻ്റെ ഒരു അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? Actually, it's not about Hindustani. Indian music is actually about time and their exactly time theory ragas. Even if you talk about Mayamala God is also a morning raga. Exactly equivalent to Bhairav, that is morning raga. So, time theory is maintained in both the systems. But Hindustani musicians are more strict towards time theory. What reason I understand after coming to Kerala, I have thought so much about this that കർണാട്ടിക് കോൺസേർട്സിൽ നമ്മുടെ യൂഷ്വലി കേൾക്കുന്നത് എല്ലാ ടൈപ്പ് രാഗ നമ്മൾ കേൾക്കുന്നുണ്ട്. അത് മിഡ് നൈറ്റ് രാഗ ചിലപ്പമായിരിക്കും, മോർണിംഗ് രാഗ ചിലപ്പമായിരിക്കും. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ പോയാൽ ഈവനിങ് രാഗാസ് തന്നെ, കല്യാൺ ഘാട്ടിലുള്ളത് ജന്യ രാഗാസ് തന്നെയാണ് പാടുന്നത്. മിഡ് നൈറ്റ് ഉണ്ടെങ്കിൽ മിഡ് നൈറ്റ് രാഗാസ് തന്നെ, മോർണിംഗ് ഉണ്ടെങ്കിൽ. വൺ ഓഫ് ദ മെയിൻ റീസൺ നോർത്ത് ഇന്ത്യയിലെ നമുക്ക് ഓവർ നൈറ്റ് കോൺസേർട്സ് കുറേ ഉണ്ട്. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. ദർ ഈസ് എ ടൈം ഫ്രെയിം. ഈവനിങ്ങിന് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെയാണ് കോൺസേർട്സ് കാണുള്ളൂ. ഇത്ര വർഷങ്ങൾ ഞാൻ അതാണ് കാണുന്നത്. മേ ബി ഐ എം റോങ്, ബട്ട് ദാറ്റ് ഈസ് ദ വൺ ഓഫ് ദ മെയിൻ പോയിന്റ്. സോ വെൻ യു ആർ ഹാവിങ് എ വെരി സ്മോൾ ടൈമിംഗ് ലൈക്ക് 2 hours in the evening, you have to give so many things to the audience. So that is why you cannot select the time theory ragas. But for North India, and season also changes in North India very drastically, which we cannot say in South India like in Kerala. What happens, നമുക്ക് റെയിനി സീസൺ ഉണ്ട് ആൻഡ് സമ്മർ ഉണ്ട്. പക്ഷേ ഇടയ്ക്ക് ഒരു
നല്ല തണുപ്പുള്ളത് സമയം വളരെ കുറവാണ്. അങ്ങനെ തന്നെ ശരത് ഋതു പറഞ്ഞാൽ തന്നെ ഇവിടെ ശരത് ഋതുവിൽ നമുക്ക് റെയിനി സീസൺ തന്നെയാണ്. സോ ഈ 2 സീസണിനകത്ത് തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ 6 ഋതു ഹെ, 6 ഋതുവാണ് പറയുവാണ്. ആ 6 ഋതുവിന് ഒരു സമയം ടൈമിങ് ചേഞ്ചിങ്, ലൈക്ക് മോർണിംഗ് ടൈം സൺറൈസ് 7 ആയിരിക്കും വിൻ്റർ സീസണിൽ, പക്ഷേ സമ്മറിൽ 5 മണിയായിരിക്കും. ഇപ്പോൾ ടൈം ചേഞ്ചസ്. സോ വെൻ ടൈം ചേഞ്ചസ് ആൻഡ് വി ഹാവ് ടൈം തിയറിയിൽ 8 പ്രഹർ ഉണ്ട്, 8 പ്രഹർ ഉണ്ട്. ഒരു പ്രഹർ 3 മണിക്കൂർ വെച്ചാണ്. സോ 24 hours 8 പ്രഹറിനാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ടൈം തിയറി രാഗാസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി സയൻറ്റിഫിക്കലി 2 മധ്യം വെച്ചിട്ടാണ്. ഒരു ശുദ്ധമധ്യമം, ഒരു പ്രതിമധ്യമം, വാട്ട് വി കോൾ ശുദ്ധമധ്യം ആൻഡ് തീവ്രമ ഇൻ ഹിന്ദുസ്ഥാനി. സോ മോർണിംഗ് രാഗാസ് മൊത്തമാണ് ശുദ്ധ മധ്യം വെച്ചിട്ട് രാഗാസ് ആണ്, വിച്ച് ഗിവ്സ് എ സോഫ്റ്റ്, ഒരു വെരി soft like singing or soft kind of presentation. Evening Tivruma, which is more brighter because sun total 12 manike oru nalla idilai, after that it is getting down, and that we always tell no that evening sunlight is more powerful. Sunset avana munnatha sunlight is more powerful, it is more strong. So Tivruma അങ്ങനെയാണ് ആ സമയം, ഈവനിങ് ആണ് ഉള്ളതാണ്. ആൻഡ് 12 hours ഉണ്ട്, പൂർവാങ് ആൻഡ് ഉത്തരാങ്, ഇങ്ങനെ കുറേ തിയറിറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ സയൻറ്റിഫിക്കലി ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഇൻ ബിറ്റ്വീൻ ഈച്ച് ആൻഡ് എവറി രാഗ ഈസ് ഹാവിങ് ദെയർ ഓൺ ഭാവ രസ. ഓക്കെ, ദാറ്റ് ഭാവ കംസ് വിതിൻ ദാറ്റ് ടൈം. ബട്ട് if you have that power within you, that emotion within you, what I feel, if I sing Bhairav Rag in the evening, that power will come, that you will feel that it is morning. So that comes from inside. It cannot be written in paper. I cannot tell you like how it happens. Some moment it comes that you can feel that it is a morning time. The Rag Bhairav മോർണിംഗ് രാഗമാണ്, എല്ലാവർക്കും അറിയാം. ഇതിന് ഈക്വലൻ്റ് നമ്മുടെ മായാമോലകോണാണ്. അപ്പോൾ ഭൈരവ് രാഗിലെ ആരോഹണം അവരോഹണം. സോ ശുദ്ധമധ്യം കോമൽ റേ കോമൽ ധ സാ രേ ഗ മാ Rag Yaman, which is exactly equivalent of Kalyani, evening ragana. We use Pratimadhyamam or Tivrama in this, and other all notes are Shuddha Swaras as per Hindustani. Sa re ga ma pa ഈ മൽഹാർ പോലത്തെ ചില രാഗങ്ങൾ മഴയുമായിട്ട് ബന്ധപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മൂഡ് എങ്ങനെയാണ് മഴയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? മൽഹാർ is
കുറേ പ്രകാരമുണ്ട്, കുറേ ടൈപ്സ് ഉണ്ട് മൽഹാറിൽ. അപ്പോൾ എല്ലാ ചെറിയ ചെറിയ നോട്ട്സ് വ്യത്യാസം ഉള്ളതാണ്. മൽഹാർ ബന്ധപ്പെട്ടത് കാരണം എക്സാക്ട്ലി ആ റീസണിങ് വി ഡോണ്ട് നോ, ബട്ട് വാട്ട് വി ഹാവ് സ്റ്റഡീഡ് ഇൻ ദ ബുക്സ് ദാറ്റ് മിയാക്കി മൽഹാർ താൻസേൻ പാടിയത് ആ സമയം ആണ്, ഇങ്ങനെയാണ് വൃഷ്ടി വന്നു. ദാറ്റ് ഇസ് വൈ അതൊരു സീസണൽ രാഗമാണ് പറയുവാണ്. അപ്പോൾ ബിക്കോസ് മൽഹാർ പേര് വെച്ചിട്ടാണ് ഇത് സീസണൽ രാഗ ആയിരുന്നു, ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് സീസണൽ രാഗ. ഓർ താൻസേൻ ഈ കോമ്പോസിഷൻ പാടിയ ശേഷമാണ് മീൻസ് റെയിനി സീസൺ ആയത്, ദാറ്റ് എക്സാക്ട്ലി വി ഡോണ്ട് നോ. ബിക്കോസ് അതിന് ഒരു സയൻറ്റിഫിക്കലി ആ താൻസേൻ്റെ കാര്യങ്ങൾ അതിന് സയൻറ്റിഫിക്കലി പ്രൂവ് വളരെ കുറവാണ്. പക്ഷെ നമ്മുടെ ഹിസ്റ്ററിയിൽ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മൽഹാർ ഈസ് മന്ത്രസ്ഥായി, ലൈക്ക് മന്ത്രസപ്തക്കിന് പാടുന്നുള്ളത് നല്ല ഒരു ആന്തോലൻ ഉള്ളത് ഒരു രാഗമാണ്. ആൻഡ് ഇറ്റ് ഗിവ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇമോഷൻസ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ റെയിനി സീസണിൽ ചിലപ്പം നമ്മുടെ കേരളത്തിൽ അറിയാം, റെയിനി സീസൺ കുറേ 2-3 ദിവസമൊക്കെയായിട്ട് നമുക്ക് ഒരു വളരെ ഡിപ്രസീവ് മൂഡ് എനിക്ക് വരുന്നത്, കാരണം ഇവിടെ കൂടുതലാണ് മഴ. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ റെയിനി സീസൺ മീൻസ് ഇറ്റ്സ് വളരെ അവൈറ്റഡ് ആണ്. അപ്പോൾ ആ അവൈറ്റഡ് സമയം പിന്നെ വിത്ത് ദിസ് രാഗ ഈ കോയൽ മീൻസ് കോയൽ ബേർഡ് ഈസ് ദർ, ദാറ്റ് ഗിവ്സ് എ സൗണ്ട്. ദെൻ യൂഷ്വലി ഒരു നോർത്ത് ഇന്ത്യയിൽ ദേ പുട്ട് ദ സ്വിങ് മീൻ ഝൂല, ദാറ്റ് ഓൾ തിങ്സ് ആർ ദെയർ. ലൈക്ക് അതിന് ഇരുന്ന് പാടാനേ ഇല്ലെങ്കിൽ ക്ലാസിക്കൽ ആവുമ്പോഴാണ് മൽഹാർ. പക്ഷേ അത് തന്നെ ഒരു സെമി ക്ലാസിക്കൽ പാറ്റേൺ ആവുമ്പോഴേ കജരി, 2 ടൈപ്പിന് കജരി ഉണ്ട്. അപ്പോൾ അതിൽ വെരി ഫേമസ് വൺ, ഈവൻ ഉസ്താദ് ഗുലാം അലി ഖാൻ സാബ് ഓൾസോ ഹാവ് സങ് ദിസ് വൺ, ബർസന ലാഗി സാവന ബുന്ദിയ രാജ തുരബിന ലാഗിന മൂരാജിയ. അപ്പോൾ ഒരു സ്ത്രീ ബിലവഡിന് വേണ്ടിയാണ് പാടുന്നത്, പീലു രാഗ്. बरसन लागे सावन बूंदिया राजा, तोरे बिन लागे ना मोरा जिया. बरसन लागे सावन बूंदिया राजा, तोरे बिन लागे ना മോരാജിയ. അപ്പോൾ നമ്മൾ ഇതുവരെ സംഗീതത്തിൻ്റെ പല എഫക്റ്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ തെറാപ്പിയിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഒരു മ്യൂസിക് എന്നുള്ളതൊരു തെറാപ്പിയുടെ എഫക്റ്റ് ഉണ്ടാക്കുന്നത്? മ്യൂസിക് തെറാപ്പി ഫസ്റ്റ് ഓഫ് ഓൾ ഐ വോണ്ട് ടു ക്ലാരിഫൈ 2 കാര്യങ്ങളാണ്. മ്യൂസിക് തെറാപ്പി ഈസ് സംതിങ് വെരി ഡിഫറെൻറ്റ് ഫ്രം മ്യൂസിക് ടീച്ചിങ്. മ്യൂസിക് തെറാപ്പി മീൻസ് ദാറ്റ് ഈസ് എ വാട്ട് വി കോൾ ചികിത്സകീയ ഗുണ ഓഫ് സ്വരാസ്, അതാണ് മ്യൂസിക് തെറാപ്പി. അപ്പോൾ മിക്കവാറും നമ്മുടെ ഇന്ത്യൻ കോൺസെപ്റ്റിൽ കുറേ സൗത്ത് ഇന്ത്യന് നല്ല ഒരു ഇപ്പോൾ നോളജബിൾ ഇത് ആണ്, പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് മ്യൂസിക് തെറാപ്പി. വെസ്റ്റേൺ കൺട്രീസാണ് ഇതിന് കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ത്യന് ഒരു നമ്മുടെ വേദാസിന് സമയം ഇല്ലെങ്കിൽ ആയുർവേദാന് ഒരു സംഗീതം, മാനസിക രോഗങ്ങൾ ശരിയാക്കാൻ വേണ്ടി സംഗീതം കേൾപ്പിക്കണം, അങ്ങനെ പോലത്തെ കുറേ ശ്ലോകാസ് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ദെയർ ഓൾറെഡി. പക്ഷേ അതിന് യൂസ് എങ്ങനെയാണ്? ഇപ്പോൾ വേദാസിന് ഒരു ട്യൂണുണ്ട്, വേദ നമ്മുടെ അതിന് റിച്ച വായിക്കുമ്പോഴേ പാടുമ്പോഴേ, സാംവേദ സ്പെഷ്യലി സിംഗിങ് വേദാണ് നമ്മൾ പറയുള്ളൂ. അപ്പോൾ അതിന് ഒരു സ്റ്റൈലുണ്ട്, അതിനൊരു പർട്ടിക്കുലർ നോട്ട്സ് ഉണ്ട്, അതിനൊരു ഇഫക്റ്റ് ഉണ്ട്, അതിന് ഒരു ബ്രെയിനിൽ ഒരു ഇഫക്റ്റ് കൊടുക്കും. ആ ഇഫക്റ്റ് വെച്ചിട്ട് ഇൻ ബിറ്റ്വീൻ നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കിന് തെറപ്പി ആസ്പെക്റ്റ് വളരെ കുറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ തെറപ്പി മനസ്സിലാക്കുന്നത് പീപ്പിൾ ടേക്ക് ഇൻ അതർ വേ, ലൈക്ക് മ്യൂസിക് ടീച്ചിങ് ആണ്, ഓർ ജസ്റ്റ് ടു മേക്ക് ദം ലിസൺ. അവർക്ക് ഇഷ്ടമുള്ളത് ഒരു പാട്ട് കേൾപ്പിച്ച് അവർക്ക് സ്ട്രെസ് റിലീവ് ആവും, അങ്ങനെ പോലത്തെ ഒരു വിചാരമാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്. ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഈസ് ഹാവിങ് സ്ട്രെസ്, ഡിപ്രഷൻ, ഓക്കെ, അങ്ങനെ അവർക്ക് ഒരു ഇഷ്ടം നമ്മൾ ചോദിക്കാം. ലൈക്ക്
മ്യൂസിക് തെറപ്പി ചെയ്യുന്ന ആൾ should not be just a musician, that he should be or she should be a counselor too. You must understand for what you are going to do the work, for which particular type of problem you are actually handling, and this particular music what you are going to produce. And in my concept, it should be live always, because just like one patient connect with the doctor, ഡോക്ടറിനെ കണക്ട് ആവുന്ന എങ്ങനെ, ഒരു പേഷ്യൻറ്റ് ഡോക്ടറിനെ അവിടെ പോയി സംസാരിച്ച് ഡോക്ടർ പറയും ഒരു പ്രശ്നമില്ല, എല്ലാം ശരിയാവും, ഈ പറയുമ്പോഴേ മാത്രമാണ് അവർ മാനസികമായൊരു സന്തോഷമാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ടൈം ദാറ്റ് ഡോക്ടർ ഈസ് ഗോഡ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ പേഷ്യൻറ്റ്. എക്സാക്ട്ലി മ്യൂസിക് തെറപ്പിയിൽ മ്യൂസിക് നമ്മൾ പാടി തെറപ്പി ആയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കണക്ടിവിറ്റി വിത്ത് ദ പർട്ടിക്കുലർ പേഴ്സൺ for whom we are doing this, that connectivity is very important. And without your own സ്വന്തം നമ്മുടെ വിചാരം വച്ചിട്ട് ഇതിൽ തന്നെ ആയിരിക്കും അത് തന്നെ ആയിരിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ കുറേ ശാസ്ത്രാസ് വായിച്ചു ഈ രാഗ ഇതിന് വേണ്ടിയാണ്, ആ രാഗ അതിന് വേണ്ടിയാണ്. മേ ബി ഭൈരവ് ഈസ് ഗുഡ് ഫോർ സം വൺ, ബട്ട് ഭൈരവ് സംടൈംസ് ഇറ്റ് ഈസ് not that particular type of raga for you, or maybe the swaras. So in my concept, swaras are more important than the raga structure for therapy. Raga comes afterwards. Raga is a swaroop, how we are handling. But a particular raga നമ്മുടെ യൂസ് ചെയ്യുന്ന നോട്ട്സ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഞാൻ ഭൈരവ് പറഞ്ഞില്ല, ഭൈരവ് രാഗമാണ് പറഞ്ഞത്. അപ്പോൾ ഭൈരവ് രാഗയിലെ കോമൽ കോമൽധ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോമൽധ യൂസ് ചെയ്യുന്നത് വേറെ രാഗാസ് തന്നെ ഉണ്ട്. കാലിംഗഡ ഈസ് ദ സെയിം നോട്ട്സ്, പക്ഷേ വി ആർ നോട്ട് സിംഗിങ് ഇൻ എ പാറ്റേൺ ഓഫ് ഭൈരവ് പാറ്റേണിന് നമ്മൾ ആ സ്വരാസ് യൂസ് ചെയ്താൽ ഭൈരവ് രാഗ പറയാം. പക്ഷേ ആ സ്വരാസ് എടുത്തിട്ട് ആ പർട്ടിക്കുലർ ടൈമിൽ ആ പേഷ്യൻറ്റിന് കൂടെ ഓർ മേ ബി ദ പേഴ്സൺ ഫോർ ഹൂം വി ആർ ഡൂയിങ് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ നോട്ട്സ് ഹൗ ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ടു ദാറ്റ് പേഴ്സൺ. വളരെ ഒരു ആങ്സൈറ്റി ഉള്ളത് ആൾക്ക് ഭൈരവ് സ്വരാസ് ചിലപ്പം നല്ലൊരു ഇഫക്റ്റ് ചെയ്യും. പക്ഷേ ഭൈരവ് രാഗ ഒരു ആൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് വളരെ ഡിപ്രസീവ് ആയിട്ട് ഇരിക്കും ഒരു ആൾക്ക് ഭൈരവ് തന്നെ നമ്മൾ കേൾപ്പിച്ചാൽ സംടൈംസ് അത് യൂസ്ഫുൾ ആവത്തില്ല. സോ ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ തെറപ്പിസ്റ്റ് ഹൂ ഈസ് ആക്ച്വലി ഗിവിങ് ദിസ് തെറപ്പി ടു ദ പേഴ്സൺ, ഹൗ ഹീ അണ്ടർസ്റ്റാൻഡ് ദ പർട്ടിക്കുലർ പ്രോബ്ലം. അപ്പോൾ ക്രോസിൻ ഒരു മെഡിസിൻ ആണ് ഫോർ ഫീവർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും വേണ്ടി ആ ക്രോസിൻ കഴിച്ചാൽ മതി, ഫീവർ ശരിയാവും. പക്ഷെ സം പീപ്പിൾ ക്രോസിന് ഒന്നും ആവത്തില്ല. സോ ഡോസേജ് ആർ ഡിഫറെൻറ്റ് ഫോർ ദ പേഴ്സൺ ടു പേഴ്സൺ. എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് തെറപ്പി ചെയ്യുന്ന സമയം നമ്മുടെ ഏത് ടൈപ്പ് സ്വരാസ് യൂസ് ചെയ്യും, റിതം വേണം വേണ്ട, എത്ര പ്രൊജക്ഷനാണ് വോയിസിന് വേണ്ടത്, ആൻഡ് വാട്ട് ടൈം വാട്ട് ഈസ് നീഡഡ്, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ ആൻഡ് ദ തെറപ്പിസ്റ്റ്. What changes music brings? There are so many work, ഇങ്ങനെ പോലത്തെ കുറേ വർക്ക് കുറേ ആളുകൾ ചെയ്യുന്നുണ്ട്, even within the India also and outside countries also. ഡിപ്രഷന് വേണ്ടി, സ്ട്രെസ്സിന് വേണ്ടി, then trauma facing people are there. ന്യൂറോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിന് വേണ്ടി മ്യൂസിക് ഇപ്പോഴാണ് യൂസ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി ഇഫ് ഐ ടെൽ ദ ന്യൂറോ ഡൈവേഴ്സ് ചിൽഡ്രൻ, അതിനകത്ത് പറയുന്നത് ദ ബിഹേവിയറൽ പ്രോബ്ലംസ് ലൈക്ക് ന്യൂറോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ പ്രോബ്ലംസ്. അതിന് നമ്മുടെ ഓട്ടിസം ഉണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്, ഇങ്ങനെ പോലത്തെ കാര്യങ്ങൾ കുറേ ഇങ്ങനെ പോലത്തെ സം വി വോണ്ട് സേ ഇറ്റ് ഇസ് ഡിസീസ്, this is a situation which actually that child is having, and in that we have like mild, moderate and severe kind of the spectrum. So autism is a spectrum. Each and every child is a different way. What I have experimented in this use of vocal swaras like alankar and all, that helps to increase the attention. I try with alankar, shuddha swaras, and sometimes if the child is very much hyper, like ADHD with autism, like that, if that kind of children are there, so for them I use some komal swaras like bhairav ke swar, like that. So this helps. Like I will give you one example. One child,
came to me. He was 7.5 years old. And he was like zero attention, I can say. So zero attention means he was not at all sitting. He was running here and there and making some sounds and tantrums. His speech was also not much developed. Maybe single word he used to tell. Caretaker was with him and the child was not at all giving any attention. The first class he entered. So I just played this Tanpura play ആകുമ്പോഴേ ജസ്റ്റ് ഒരു പ്രാവശ്യം ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ ഞാൻ പാടാൻ തുടങ്ങി. കണ്ടിന്യൂസ്ലി ഞാൻ പാടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കുട്ടികൾ വാട്ട് എവർ ദേ ഡു ഐ നെവർ ഡിസ്റ്റർബ് ദം. കാരണം അവരൊക്കെ ഒരു ചെറുതായിട്ട് കുറച്ച് കണ്ടിന്യൂ ആകുമ്പോഴേ മാത്രമാണ് ഈ ന്യൂറോ ഡൈവേഴ്സ് കുട്ടികൾ അവർ പിന്നെയാണ് കേൾക്കാൻ തുടങ്ങുള്ളൂ. നമുക്ക് ആ കണ്ടിന്യൂസ് ആയിട്ട് സെഷൻസ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ 1/2 hour ഞാൻ കണ്ടിന്യൂ ആയിട്ട് പാടി. പക്ഷേ ഫസ്റ്റ് ഡേ അത്ര ഒരു ഇത് വന്നില്ല. ആൻഡ് ദ കെയർടേക്കർ വാസ് വെരി സ്ട്രിക്റ്റ് വിത്ത് ദ ചൈൽഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത്ര സ്ട്രിക്ട്നെസ് വെച്ചാൽ നമുക്ക് ചിലപ്പം കുട്ടീനെ ഒന്നും മനസ്സിലാവുന്നില്ല. വൈ ദ കെയർടേക്കർ ഈസ് ആക്ച്വലി വെരി സ്ട്രിക്റ്റ്. നമ്മുടെ സ്ട്രിക്റ്റ് ആവുമ്പോഴേ ഹീ ഈസ് മേക്കിംഗ് മോർ ടാൻട്രംസ്, മോർ ഇത് ആവുന്നുണ്ട്, ആങ്സൈറ്റി കൂടുന്നുണ്ട്. അപ്പോൾ ഞാൻ കെയർടേക്കറിന് സെക്കൻഡ് ഡേ ആണ് ഞാൻ ചോദിച്ചു ദറ്റ് കുട്ടി വീട്ടിലിരിക്കുമ്പോഴേ എന്താണ് ചെയ്യുന്നത്, എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടോ? ഫുൾ ടൈം ഇങ്ങനെ കാണത്തില്ലല്ലോ. സംതിങ്സ് ഡെഫിനറ്റ്ലി ഹി മസ്റ്റ് ബി ഡൂയിങ്. അപ്പോൾ പറഞ്ഞത് അവർ ഡ്രോയിങ് ആണ്, നന്നായിട്ട് വരയ്ക്കും. അപ്പോൾ ഡ്രോയിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ശരി, അപ്പോൾ കുറച്ച് ഡ്രോയിങ് പെൻസിൽ ആൻഡ് നോട്ട്ബുക്ക് കൊണ്ടുവരണം. അപ്പോൾ അടുത്ത ദിവസം ഡ്രോയിങ് പെൻസിൽ ആൻഡ് നോട്ട്ബുക്ക് കൊണ്ടുവന്ന ശേഷം ദാറ്റ് ചൈൽഡ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ആങ്സൈറ്റി ഉണ്ടായിരുന്നു. if somebody will take off the pencil or something like that. വളരെ ഒരു പേടിയായാണ് എൻ്റെ ഫ്രണ്ടിൽ ഇരുന്നത്. ഞാനിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ സ്ലോലി അവരെ ഡ്രോയിങ് ചെയ്യാൻ തുടങ്ങി. ഡ്രോയിങ് ചെയ്യുന്ന സമയം ഒരു സ്ക്രാച്ച് പോലെ ആയിരുന്നു, ഒരു ആങ്സൈറ്റി അകത്ത്. അപ്പോൾ ഞാനിങ്ങനെ കൈ തട്ടാൻ തുടങ്ങി. പാടുന്ന സമയം ഞാൻ കണ്ടിന്യൂ ആയിട്ട് പാടിക്കൊണ്ടിരിക്കുന്നു അലങ്കാർ. ഞാനിങ്ങനെ കൈ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് സ്ലോലി ആ കുട്ടി കൺട്രോളായ ശേഷം റെഗുലർ റുട്ടീനിൽ അവർ വന്നിട്ട് സംസാരിക്കുന്നത്. ഹി ഹാഡ് എ ടെൻഡൻസി ടു ടേൺ ഹിസ് മൗത്ത്. മേ ബി സിംഗിൾ വേർഡ്. ഹി യൂസ് ടു ഡ്രോ മോസ്റ്റ്ലി the animals. And whichever animal he is drawing, he used to tell that particular name only. So, appo parambade this will go this side, like elephant, like that he will be telling. Korchu divasa kind, when I again asked him what you are drawing actually, I saw that this turning lips is actually normalized totally. The stress is gone down. And while doing, he's telling me the color of the pen also, what he's making that also. And in between, whenever I'm telling, sing Sasa, he's singing also. Means at a time, he's drawing, that attention is also there. And he's listening to me. And once I stopped it. And suddenly he just saw me. That why I stopped. And he stopped his pen also. Like that, 30 sessions kind a kutti, ഏതൊരു ഓൺലൈൻ ഡ്രോയിങ് കോമ്പറ്റീഷനിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവർ വേൾഡ് റെക്കോർഡ് ചെയ്ത്. സോ ഐഡൻറ്റിഫിക്കേഷൻ ആ ഒരു കുട്ടീനെ അകത്ത് there is something must be there. അപ്പോൾ each and every child is having some special things. സോ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യണം. സ്പെഷ്യലി ന്യൂറോ ഡൈവേഴ്സ് കുട്ടികൾക്ക് ആർട്ട് സൈഡിൽ കുറച്ച് കണക്ടിവിറ്റി, മേ ബി സിംഗിങ്, മേ ബി ഡ്രംസ് ഓർ റിതം ഓർ മേ ബി ഡ്രോയിങ്, ഇങ്ങനെ പോലത്തെ ഏതെങ്കിലും ഒരു സൈഡ് ഉണ്ടായിരിക്കും. ത്രൂ മ്യൂസിക്, ഇഫ് ഐ ആം ഏബിൾ ടു ബ്രിങ് ഔട്ട് വാട്ട് ഈസ് ദെയർ എക്സാക്ട്ലി, ദാറ്റ് ഈസ് വി കോൾ ഇറ്റ് സമഗ്ര വികാസ്. ദെയർ വെർ അറ്റ്ലീസ്റ്റ് 4 kids ഇതുവരെ ഒട്ടും സ്പീച്ച് ഇല്ലായിരുന്നു. ഐ ട്രൈഡ് വിത്ത് സാരേഗാമ പദ, ആകാർ അവർ പാടാൻ ശ്രമിച്ചു. ശ്രുതി കറക്റ്റ് വരണുണ്ട്, പക്ഷെ ആ ലെറ്റർ വരണില്ല. സ ഗ മ പ ഇത് വരണില്ല. നമ്മുടെ എപ്പോഴാണ് ട്രൈ ചെയ്യും, പപ്പ, മാംഗോ, പപ്പയ്യ, എങ്ങനെ വേർഡ് ആയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഒരു ലെറ്റർ ട്രൈ ചെയ്യുമ്പോഴേ ദാറ്റ് ഈസ് ദ മെയിൻ പോയിന്റ്. വൺസ് ദ ചൈൽഡ് ഈസ് ഏബിൾ ടു പ്രൊനൗൺസ് മ, automatically he will be able to tell mama. Then we have to work for that.
whether the words are coming or not. Now, one child, up to 7.5 years, he did not speak a single word. And he was very, very like, ഒട്ട് അറ്റൻഷൻ ഇല്ല, ഒരു സൈഡിന് കോർണറിൽ നോക്കിക്കൊണ്ടിരിക്കും, വളരെ പേലൊരു ലൈക്ക് ഫേസൊക്കെ അങ്ങനെ പോലത്തെ കുട്ടിയായിരുന്നു. പാട്ട് കേട്ട് അവരൊക്കെ ഒരു നല്ല സഡൻലി വന്നിട്ട് ഇങ്ങനെ പോലത്തെ ടേബിളിൽ ഒരു സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. വിച്ച് ഐ ഫെൽറ്റ്, കെയർടേക്കർ പറഞ്ഞു ദാറ്റ് ഹീസ് ഓൾവേസ് ഈ ആക്ച്വലി അനദർ തിങ്, ഈ കുട്ടികൾക്ക് കുറച്ച് ഹാൻഡ്സ് മൂവ്മെന്റ്സ് കാണും കണ്ടിന്യൂസ് ആയിട്ട്, ഒരു റിപ്പീറ്റേറ്റീവ് ഹാൻഡ് മൂവ്മെന്റ്സ്, അല്ലെങ്കിൽ കാല്, ഇല്ലെങ്കിൽ തല ആട്ടനെ, അങ്ങനെ പോലത്തെ മൂവ്മെന്റ്സ് കാണും. അപ്പം അവരിങ്ങനെ വായിക്കാനെ ഇങ്ങനെ 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 വായിക്കാനെ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു റിതം ക്യാച്ച് ചെയ്യാൻ വളരെ ഒരു അട്രാക്ഷൻ ഉണ്ട്. തബ്ല ഓൺ ചെയ്താൽ തന്നെ അവർക്ക് കൈ ഇങ്ങനെ വരും. ദാറ്റ് മീൻസ് കൈ നോക്കി യു വിൽ ഫീൽ ലൈക്ക് ഹി മസ്റ്റ് ലൈക്ക് പൂർവ്വജന്മത്തിലെ ഒരു തബ്ലിസ്റ്റ് ആയിരുന്നു അങ്ങനെ പോലത്തെ ഒരു കൈ വെക്കുന്നത്. അത്ര ഒരു മീൻസ് ക്ലാരിറ്റി ഉണ്ട് കൈ വെക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓം പാടും ഈ ഒട്ടും സ്പീച്ച് ഇല്ലാത്ത കുട്ടികൾ. കാരണം ഓം പറയുമ്പോഴേ ഓ ആ ഉ ഇതുവരെ കുട്ടികൾക്ക് പറയാൻ പറ്റും, വേർഡ് മാത്രമാണ് വരുന്നില്ല. അപ്പോൾ ഓം പറയുമ്പോഴേ കുട്ടി ഫസ്റ്റ് രണ്ടാമത്തെ സെഷനിലാണ് ഓം പാടി. So that was one of my very, very emotional point, because the caretaker പറഞ്ഞത് 7.5 years വരെ ആ കുട്ടി ഒരു വാക്ക് പോലെ പ്രൊനൗൺസ് ചെയ്തിട്ടില്ല. And he told Om. Very next day onwards, he started telling sa, ga, ma, pa, all these things. So that was a great achievement, what I feel. And they are continuing the therapy, because they were not from ലൈക്ക് ആ പ്ലേസിന് ഉള്ളത് ആളുകളില്ലായിരുന്നു, തെരപ്പിന് വേണ്ടി മാത്രമാണ് വന്നത്. ലൈക്ക് ദാറ്റ് ദർ വാസ് അനദർ ചൈൽഡ് 5.5 years. ഓ ഭയങ്കര ഹൈപ്പർ കുട്ടി, ഒരു സ്ഥലമിനെ ഇരിക്കാൻ ക്വസ്റ്റ്യനേ ഇല്ല. ലൈക്ക് പിന്നെ ഇമോഷണലി ഭയങ്കര മീൻസ് ആര് വന്ന പോയിട്ട് ഇങ്ങനെ സ്നേഹിക്കണം, പിന്നെ ലൈക്ക് ആരെങ്കിലും ടീച്ചറിന് കയ്യിൽ തന്നെ ഇങ്ങനെ പോലത്തെ ഇരിക്കണം, അങ്ങനെ പോലത്തെ ആക്ടിവിറ്റീസ് എപ്പോഴും അങ്ങനെ തന്നെ. ക്ലാസ്സിൽ ഇരിക്കാനേ ക്വസ്റ്റ്യനേ ഇല്ല, അവിടെ ഒരു സ്ഥലം തന്നെ ഇരിക്കത്തില്ല. ഓട്ടിസം, സ്പീച്ച് ഇല്ല, ഹൈപ്പർ ആക്റ്റീവ്, ഈ മൂന്നായി ഒരുമിച്ച്. അപ്പോൾ ഈ കുട്ടി വന്നിട്ട് ഫസ്റ്റ് ഒരു 7-8 days എടുത്തു. അങ്ങനെ തന്നെ ഇവിടെ ഓട്ടം അവിടെ ഓട്ടം, ഇവിടെ ഓടും, പിന്നെ ക്ലാസ്സിൽ പുറത്തു പോവും, പിന്നെ വരും, അങ്ങനെ പോലത്തെ. അത് ഇടയ്ക്ക് ഒരു ദിവസം ഇങ്ങനെ സ്നേഹിക്കാൻ വന്നു ഫസ്റ്റ്. അപ്പോൾ അങ്ങനെ കൈ ഇങ്ങനെ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് അവരെ ഇങ്ങനെയാണ്, ഷി വാസ് ലൈങ് ഡൗൺ. ആൻഡ് ടീച്ചർ വിചാരിച്ചു ലൈക്ക് ഇരിക്കുന്നില്ല, അപ്പോൾ കൈ ഇങ്ങനെ പിടിച്ച് എടുക്കാനാണ് പ്ലാൻ, മീൻസ് എടുത്തു ഇങ്ങനെ. അപ്പോൾ ആ കുട്ടിക്ക് ഒരു പേടി. സോ ദ ഫസ്റ്റ് തിങ് ഈസ്, നമ്മുടെ ഈ സ്ട്രെസ് മാറുന്നത്, പേടി ഉണ്ടെങ്കിൽ സ്ട്രെസ് കൂടും. അപ്പോൾ ഈ കുട്ടികൾ എവിടെ പോകുന്നുണ്ട്, വിച്ച് എവർ ക്ലാസ് ദേ ആർ ഗോയിങ്, ഇഫ് ദർ ഇസ് എ ഇൻസൈഡ് സ്ട്രെസ്, പേടി ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ ഒന്നും ചെയ്യാതെ ഇരിക്കും. പേടി മാറുമ്പോൾ ഡെഫിനറ്റ്ലി ദേ വിൽ ബി ഗിവിങ് ഇറ്റ് അറ്റൻഷൻ. സോ ഈച്ച് ആൻഡ് എവറി തെറപ്പിസ്റ്റ് ഷുഡ് തിങ്ക് ഓഫ് ദാറ്റ്. അപ്പോൾ ഈ കുട്ടി ആ ടീച്ചർ ഇങ്ങനെ പിടിക്കുമ്പോൾ അവർ വിചാരിച്ച് എൻ്റെ കയ്യിലേറെ കൊണ്ടുപോവാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു കയ്യിലെ കടിച്ച ശേഷം ഒരു തന്നെ ഒരു ഐഡിയ മീൻസ് മനസ്സിലായി എന്താ ഒരു തെറ്റുണ്ടെന്ന്. അപ്പോൾ ആ ദിവസം അവർ പിന്നെ ക്ലാസ് അപ്പോൾ തന്നെ അവിടെ നിന്ന് തിരിച്ച് ക്ലാസ്സിൽ പോയി. മീൻസ് ആ ടീച്ചർ തന്നെ കൊണ്ടുപോയത്, എൻ്റെ കയ്യിൽ കടിച്ചിട്ട് പോയത്. അത് അപ്പോൾ ടീച്ചർക്ക് ഭയങ്കര വിഷമം വന്നു. ബട്ട് യു വോണ്ട് ബിലീവ്, ഫ്രം വെരി നെക്സ്റ്റ് 1 or 2 days ഷീ ഡിഡ് നോട്ട് കം. സ്കൂളിൽ വന്നില്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നില്ല. 3-ാമത്തെ ദിവസം കുട്ടി ക്ലാസ്സിൽ വന്നു. ഇറ്റ് വാസ് എ എക്സ്ട്രീം ചേഞ്ച്. ഞാനാണ് ചെറുപ്പം ഒരു സൈഡ് വെച്ചിട്ടാണ് ഈ ചെയറിൽ ഇരിക്കുന്നത്, ക്ലാസ് എടുക്കുന്ന സമയം, മീൻസ് ഈ തെറപ്പി ചെയ്യുന്ന സമയം. ആ കുട്ടി വന്ന് ചെരുപ്പ് മാറ്റി വച്ചിട്ട് ചെയർ എടുത്ത് ഇരുന്നത്. And I was surprised. Never she was never doing like that. She sat like this, and then she took this speaker she took, and ingane eduthu ingane nokki enakku like, why I am not singing,
So then I told, on karo. Then I took her hand and I just made her press this. So she understood that this has to be pressed. And when I started, she started humming. Correct sapasa. And I was surprised that she's having shruti, but there is no speech. And then when I sing sa sa re re ga ga ma ma, she's doing copy. Ah 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 ha 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 ha, full on tune. And she will complete the class. She will come, give me one high five, and then go back. So this was a drastic change, and the teachers were so happy that that girl like started sitting in the classroom also. And whenever she used to be hyper, they will just play the recorded portion, little bit of Alankar. She will sit immediately. So if this kind of help therapy gives, so definitely we should do this for the society. തെറാപ്പി കൊണ്ട് എഫക്റ്റ് ഉണ്ടാവുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിനെ മെഷർ ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? Measuring parameters in this, actually, for autism, Government of India is having one center. And in that particular center, Government of India for Indian children, they have made one, parameters one, psychological assessment paper is there. Scoring paper is there. That is called ESA. In that ESA form, we have different parameters like their social engagement, how they are, because autism കുട്ടികളെ സെപ്പറേറ്റ് ആണ് ഒരു സൈഡിൽ ഇരിക്കാൻ ആളുകളാണ്, അത്ര സോഷ്യൽ ആവത്തില്ല. ദേ ആർ അഫ്രേഡ് ഓഫ് ബീങ് വിതിൻ ദ പീപ്പിൾ. ദേ വിൽ ബി ഓൾവേസ് സെപ്പറേറ്റ്. ദേ വിൽ ബി ഡൂയിങ് ദെയർ തിങ്സ് സെപ്പറേറ്റ്ലി. കഴിക്കുന്ന സമയം തന്നെ ഒരുമിച്ച് കഴിക്കാൻ മീൻസ് ഈ സോഷ്യൽ ആവത്തില്ല അത്ര. ദേ ആർ നോട്ട് മച്ച് സോഷ്യൽ. അപ്പോൾ അതിന് തന്നെ സ്പെക്ട്രം ഉണ്ട്. ചിലപ്പം കുട്ടികൾ സ്പീച്ച് ഇല്ല, പക്ഷെ അവർ കുറച്ച് കളിക്കും, പിന്നെയാണ് ഓടി വേറെ സ്ഥലം തന്നെ പോവും, അങ്ങനെ പോലത്തെ. അപ്പോൾ ഈ സോഷ്യലൈസേഷൻ ഒരു പോയിന്റ് ഉണ്ട്. ഇമോഷണൽ എക്സ്പ്രഷൻ എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ കുട്ടി എപ്പോഴാണ് ഒരു ഹാപ്പി മൂഡിലാണ്, പക്ഷെ അവര് ഭയങ്കരമായിട്ട് അഗ്രസീവ് ഉണ്ടെങ്കിൽ തന്നെ ഈ ഹാപ്പി മൂഡിൽ വന്നിട്ടൊരു കടി കൊടുക്കും. അപ്പോൾ എക്സ്പ്രഷൻ കൂടുതലാണ്, ഇല്ലെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്, അതിനെ തന്നെ ഒരു കടിക്കാൻ ഒരു ടെൻഡൻസി വരും. സോ ദാറ്റ് മീൻസ് ഒരു ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇമോഷണൽ ഒരു ഫാക്ടർ ഉണ്ട്, പിന്നെ സ്പീച്ചിന് ഫാക്ടർ ഉണ്ട്. സിംഗിൾ ലെറ്റർ സംസാരിക്കാമോ ഓർ ഡബിൾ ലെറ്റർ സംസാരിക്കാം. സം കിഡ്സ് ക്യാൻ സ്പീക്ക് ഓൺലി 2 letters, നോട്ട് ഈവൻ 3. സം ക്യാൻ സ്പീക്ക് ആക്ച്വലി, പക്ഷെ അവർക്ക് ചിലപ്പം വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. സോ ദിസ് ഇസ് എ ലാർജ് സ്പെക്ട്രം. അപ്പോൾ ഈ വാണി മീൻസ് സ്പീച്ചിന് ഒരു ഫാക്ടർ ഉണ്ട്. അങ്ങനെ അവർ ആക്ടിവിറ്റീസിൽ ഒരു ഫാക്ടർ ഉണ്ട്. ടോട്ടൽ ഒരു സെൻസിറ്റിവിറ്റി. സം കിഡ്സ് ആർ വെരി സെൻസിറ്റീവ് ടു സ്കിൻ, സം ആർ വെരി സെൻസിറ്റീവ് ടു ഇയേഴ്സ്, സം ആർ വെരി സെൻസിറ്റീവ് ടു ലൈറ്റ്. അപ്പോൾ ഇങ്ങനെ പോലത്തെ കുറേ പോയിന്റ്സ് അതിലുണ്ട്. വെനെവർ ഐ സ്റ്റാർട്ട് ദിസ്, ആ പർട്ടിക്കുലർ കുട്ടിക്ക് ഈ തുടങ്ങാൻ മുന്നത്തെ ജസ്റ്റ് ഒരു സിറ്റുവേഷൻ ഞാനില്ല ചെയ്യുന്നത്. സ്പീച്ച് തെറപ്പിസ്റ്റ് ഉണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്, ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്. ദേ ആർ ആക്ച്വലി എക്സാക്ട്ലി ഈ കൗൺസിലിംഗ് ചെയ്ത് കുട്ടിക്ക് കൗൺസിലിംഗ് വിത്ത് പേരൻസ് ചെയ്തിട്ടാണ് ഈ ഒരു പാരാമീറ്റേഴ്സിന് മൈൽഡ് ആണോ മോഡറേറ്റ് ആണോ സിവിയർ ആണോ അത് പറയും. ആൻഡ് ആഫ്റ്റർ 40 or 45 days എൻ്റെ മൊത്തം സെഷൻ മീൻസ് ലൈവ് സെഷൻസ് കംപ്ലീറ്റ് ചെയ്ത ശേഷം 40 to 45 days കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് പിന്നെയാണ് നമ്മുടെ ഈ പാരാമീറ്റേഴ്സ് സെയിം പീപ്പിൾ ആർ ചെക്കിംഗ്. And you won't believe that these parameters are changing like anything. Severe to just baseline of moderate. Even ഒരു കുട്ടി മൈൽഡിന് ഹയർ സൈഡിനായിരുന്നു, മീൻസ് മോഡറേറ്റിന് കുറച്ച് കുറവ്, അങ്ങനെ പോലത്തെ ഒരു സൈഡിൽ ഉണ്ടായിരുന്നു. ഒരു 25 സെഷൻസ് ചെയ്ത ശേഷം ആ കുട്ടി നോർമൽ ഇതിൽ വന്നിട്ട് നോർമൽ സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയത്. ഈ ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള കുട്ടികൾക്ക് തുടക്കത്തിലുള്ള സെഷൻസ് എങ്ങനെയാണ്? അതിന്റെ കണ്ടിന്യൂഷൻ ഫോളോ അപ്പ് സെഷൻസ് എങ്ങനെയാണ്? തുടക്കം whenever I'm like whichever child I'm taking 40 to 45 days I try to continue give, because that is one, because they need to remember the things. ഇപ്പോഴത്തെ ഒരു കുട്ടിക്ക് പറഞ്ഞില്ലേ വന്നിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ ആ കുട്ടി തന്നെയാണ് ഈ ടൈമിംഗ് കാര്യം. ഈ കുട്ടികൾക്ക് 40 days തന്നെ ആവശ്യം എന്താണ്? വൈ ഇറ്റ് ഇസ് 40 to 45 days? Because these children are very, very particular about their timetable. അവർ ടൈം ടേബിളിൽ മാറുന്നുണ്ടെങ്കിൽ
അറിയ ഭയങ്കര ബുദ്ധിമുട്ട് വരും, ഭയങ്കര ഹൈപ്പർ ആവും, ഇല്ലെങ്കിൽ ടാൻട്രംസ് വരും. അപ്പോൾ ഈ കുട്ടിക്ക് ഒരു ടൈം ടേബിൾ ആണ് സെറ്റായി. 9:30 to 10 ഒരു ടൈമിലാണ് ഈ കുട്ടി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഈ മുന്നേ പറഞ്ഞത് കുട്ടിക്ക്. അപ്പോൾ ഒരു ദിവസം ആ ടീച്ചറിന് ക്ലാസ്സിൽ കൊണ്ടുവരാൻ പറ്റിയില്ല. ഷീ ഹാഡ് സം അതർ വർക്ക്. So this girl actually ran away from the class and she entered in my class and correct, and they have the sense. അരമണിക്കൂർ 30 minutes 35 minutes കഴിയുമ്പോഴേ സ്റ്റോപ്പ് പറഞ്ഞിട്ട് പോകും. ടൈം സെൻസ് വളരെ, they are very much sensible, so sensible. Only thing is what I think, they have their own world and we are trying to bring them in our world to make them the typical type of student or typical type of usual human being. Thing is, definitely we can bring them. We have to understand what is their world also. മ്യൂസിക് തെറാപ്പി പോലെയുള്ള ഇന്റർവെൻഷൻസ് ഇപ്പോൾ അൺകൺവെൻഷണൽ ആണ്. അപ്പം മോഡേൺ മെഡിസിൻ മോസ്റ്റ്ലി ഇതുപോലത്തെ പരീക്ഷണങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ആക്സെപ്റ്റ് ചെയ്യുന്നു ഉണ്ടോ ഇല്ല, ഐ ഡോണ്ട് നോ എക്സാക്ട്ലി, ബട്ട് there is change. It's a huge change. It is coming, and already I have worked for 4 centers, and 4 centers is nothing, I know, but in 4 centers the sample size, because I am talking about neurodiverse children, the autism angane different level ഉള്ളത് ഓട്ടിസം കുട്ടികൾക്ക് എടുത്തിട്ട് usually people are doing research with 4-5 people, 4-5 students, or maybe like this, the single interaction, single interventions are very less. Doctors will believe when the proper work will be published, and the psychological assessments what I am doing, that all are, the psychiatrists, they will be understanding. Definitely when psychiatrists understands, doctors has to accept that.